നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വത്തിക്കാന്റെ ചരിത്രത്തിലെ ചില ഇരുണ്ട വശങ്ങളെക്കുറിച്ചാണ്. ഒരു പ്രത്യേക സ്രോതസ്സിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ അധികാരവും അതിന്റെ ഉത്ഭവവും അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ചില വാദങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഈയൊരു ശക്തമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? സംഭവം സിമ്പിളാണ്. നിങ്ങളെ നിയമിച്ചത് ദൈവമാണോ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ എനിക്കത് കേൾക്കണ്ട. ഇത് ശരിക്കും വിരൽ ചൂണ്ടുന്നത് അധികാരത്തിന്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന വലിയൊരു ചോദ്യത്തിലേക്കാണ്. അപ്പോൾ സഭയുടെ ഈ അധികാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മൾ പോകുന്നത് അതിന്റെ ഏറ്റവും ബേസിക്കിലേക്കാണ്. അതായത് ബൈബിളിൽ പറയുന്ന സഭയുടെ സ്ഥാപനത്തിലേക്ക് തന്നെ. ഇതാണ് ആ വാക്യം, കത്തോലിക്ക സഭയുടെ അധികാരത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനശില എന്ന് പറയുന്ന വാക്യം. മത്തായി 16, 18, 19. ഈ സ്രോതസ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയറാണ്. യേശു തന്റെ സഭയുടെ നേതൃത്വം ശിമിയോൻ പത്രോസിനെ നേരിട്ടേൽപ്പിക്കുകയാണ്. ആ പേരിന് തന്നെയുണ്ട് ഒരു പ്രത്യേകത, അല്ലേ? എന്തുകൊണ്ടാണ് പത്രോസ്? കാരണം പാറ എന്നർത്ഥം വരുന്ന അരാമിക് വാക്കിൽ നിന്നാണ് ആ പേര് വരുന്നത്. ഇളക്കാൻ കഴിയാത്ത ഉറച്ച ഒരടിത്തറ. ഈ വാദമനുസരിച്ച് ആ വിശ്വാസത്തിന്റെ പാറ പത്രോസ് തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇത്രയും ശക്തമായൊരു അടിത്തറയുണ്ടായിട്ടും എവിടെയാണ് കാര്യങ്ങൾ പിഴച്ചത്? ഈ കാഴ്ചപ്പാടിനനുസരിച്ച് ആ ഒരു ഐഡിയൽ തുടക്കത്തിൽ നിന്ന് സഭയെ വഴിതെറ്റിച്ച ചില വ്യക്തികളെയും സംഭവങ്ങളെയുമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതോടെ നമ്മൾ കഥയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞു എന്ന് ഈ സോഴ്സ് പറയുന്ന ആ ടേണിംഗ് പോയിന്റിലേക്ക്. ഇവിടെയാണ് കഥയിലേക്ക് ആദ്യത്തെ വില്ലൻ വരുന്നത്, പൗലോസ്. ഈ സ്ലൈഡ് ആ വ്യത്യാസം ശരിക്കും കാണിക്കുന്നുണ്ട്. ഒരിടത്ത് യേശു നേരിട്ട് നിയമിച്ച പാറ, അതായത് പത്രോസ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലോ യേശുവിനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത പൗലോസ്. ഇദ്ദേഹത്തെ കപടൻ എന്നാണ് ഈ സോഴ്സ് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥ വഴിയിൽ നിന്ന് സഭയെ തെറ്റിച്ചത് ഇദ്ദേഹമാണെന്നാണ് വാദം. ഈ കണക്ക് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. അതായത് നമ്മളിന്ന് വായിക്കുന്ന പുതിയ നിയമമില്ലേ, അതിന്റെ 3/4 ഭാഗവും 75% യേശുവിന്റെ ഒറിജിനൽ ശിഷ്യന്മാരുടേതല്ല. പകരം അത് പൗലോസിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ലൂക്കോസിന്റെയുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ പൗലോസിനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം. ഇത് തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ എത്തുന്നത് ഒരു പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു സംഭവത്തിലേക്കാണ്, നിഖ്യ സൂനഹദോസ്. ഈ വാദമനുസരിച്ച് ഇവിടെ വെച്ചാണ് വിശ്വാസമെന്നത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ സ്ഥാപനമായിട്ട് മാറുന്നത്. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ തന്നെ മുൻകൈയെടുത്ത് ക്രിസ്തുമതത്തിന് ഒരു ഒഫീഷ്യൽ രൂപം നൽകി. അപ്പോൾ ഈ സൂനഹദോസിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആരിയൂസ് എന്നൊരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പോയിന്റ് സിമ്പിളായിരുന്നു: യേശു ദൈവപുത്രനാണ്, പക്ഷേ ദൈവത്തിന് തുല്യനല്ല. ഇതന്നത്തെ പ്രധാന വിശ്വാസമായിരുന്ന തൃത്വസങ്കല്പത്തിന് നേരെ എതിരായിരുന്നു. അപ്പോൾ ഇവിടെ നടന്നത് വെറുമൊരു ദൈവശാസ്ത്ര ചർച്ചയായിരുന്നില്ല, അതൊരു അധികാര വടംവലിയായിരുന്നു. ആരിയൂസിന്റെ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായി അടിച്ചമർത്തി എതിർക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കി. അവസാനം എന്തുപറ്റി? ആരിയൂസ് ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഈ ചിത്രമൊന്ന് നോക്കൂ. ഇത് കാണിക്കുന്നത് ആ ഒരു സെലക്ഷൻ എത്ര വലുതായിരുന്നു എന്നാണ്. 130-ലധികം സുവിശേഷങ്ങൾ പുറത്താക്കപ്പെട്ടു, വെറും 12 എണ്ണം മാത്രം ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചു. ഇതിനർത്ഥമെന്താ? നമ്മളിന്ന് കാണുന്ന ക്രിസ്തുമതം കിട്ടാവുന്ന ഇൻഫർമേഷന്റെ 90% ഒഴിവാക്കി വളരെ കെയർഫുള്ളായി എഡിറ്റ് ചെയ്തെടുത്ത ഒന്നാണെന്നാണ് ഈ സ്രോതസ്സ് പറയുന്നത്. അങ്ങനെ ഒരു ഒഫീഷ്യൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. ഇനി എന്താ സംഭവിച്ചത്? നമ്മൾ കടക്കുന്നത് മതത്തിൽ നിന്ന് ഒരു സാമ്രാജ്യത്തിലേക്ക്. സഭ എങ്ങനെ വളർന്നു എന്നതിലേക്കാണ്. ഒരു ആത്മീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ മിലിറ്ററി പവറായി മാറിയതെന്ന് നമുക്ക് നോക്കാം. ഈ ടൈം ലൈൻ നോക്കിയാൽ ആ വളർച്ചയുടെ പ്രധാന സ്റ്റെപ്പുകൾ കാണാം. ആദ്യം സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക വരുന്നു. പിന്നെ 8-ാം നൂറ്റാണ്ടിൽ പെപ്പിന്റെ സംഭാവന എന്നൊരു ഉടമ്പടിയിലൂടെ മാർപ്പാപ്പയ്ക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂമി കിട്ടുന്നു. ഇതാണ് പാപ്പൽ രാജ്യങ്ങളുടെ ഒരു തുടക്കം. 11-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും സംഗതി മാറി. മാർപ്പാപ്പയുടെ അധികാരം യൂറോപ്പിലെ രാജാക്കന്മാരെക്കാൾ വലുതായി. അതൊരു ആത്മീയ സാമ്രാജ്യം മാത്രമല്ല, ഒരു ഭൗതിക സാമ്രാജ്യം കൂടിയായി മാറി. അധികാരം കൂടിയപ്പോൾ അതിന്റെ ഏറ്റവും ഭീകരമായ ചില മുഖങ്ങളും പുറത്തുവന്നു. ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏടുകളിലൊന്നായ സ്പാനിഷ് ഇൻക്വിസിഷൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിന്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: മതപരമായ ഏകീകരണം. അതിനുവേണ്ടി എന്ത് ക്രൂരതയും അവർ കാണിക്കാൻ തയ്യാറായിരുന്നു. ക്രൂരമായ പീഡനമുറകൾ ഉപയോഗിച്ചു. എതിർക്കുന്നവരെയോ വേറെ അഭിപ്രായം പറയുന്നവരെയോ മതവിരുദ്ധർ എന്ന് മുദ്രകുത്തി അവരെയൊക്കെ നിഷ്കരണം ഇല്ലാതാക്കി. അധികാരം ദുരുപയോഗം ചെയ്തതിന്റെ മറ്റൊരു വലിയ ഉദാഹരണമായി ഈ സ്രോതസ് പറയുന്നത് കുരിശുയുദ്ധങ്ങളെയാണ്. പേരിന് വിശുദ്ധനാട് പിടിച്ചെടുക്കാനാണെന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ഇത് സഭയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ലാഭത്തിനു വേണ്ടിയായിരുന്നു എന്നാണ് ഈ വാദം.
പക്ഷേ ഒരു സാമ്രാജ്യവും എക്കാലത്തും നിലനിൽക്കില്ലല്ലോ. അപ്പോ സഭയുടെ ഈ ലൗകിക അധികാരത്തെ പതിയെ പതിയെ ഇല്ലാതാക്കിയ ചരിത്രപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാനമായും 4 കാരണങ്ങളാണ് ഈ സ്രോതസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി അവിഞ്ഞോൺ പാപ്പസി, അതായത് മാർപ്പാപ്പ ഫ്രഞ്ച് രാജാവിന്റെ സ്വാധീനത്തിലായ ഒരു കാലം. രണ്ടാമത്തേത് മാർട്ടിൻ ലൂതർ തുടങ്ങിവെച്ച പ്രൊട്ടസ്റ്റന്റ് നവീകരണം, അത് മാർപ്പാപ്പയുടെ ആത്മീയ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്തു. മൂന്നാമതായി നെപ്പോളിയന്റെ പടയോട്ടം പാപ്പൽ രാജ്യങ്ങളെ സൈനികമായി തകർത്തു. അവസാനം 19-ാം നൂറ്റാണ്ടിൽ ഇറ്റലി ഒരു രാജ്യമായി ഒന്നിച്ചപ്പോൾ മാർപ്പാപ്പയുടെ ഭരണപ്രദേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. തന്റെ രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ പയസ് 9-ാം മാർപ്പാപ്പ സ്വയം വിളിച്ചതെന്താണെന്നറിയോ? വത്തിക്കാനിലെ ഒരു തടവുകാരൻ എന്ന്. ഇതോടെ റോമൻ ചോദ്യം എന്നൊരു പുതിയ പ്രശ്നം വന്നു. അതായത് രാജ്യമില്ലാത്ത മാർപ്പാപ്പയുടെ സ്റ്റാറ്റസ് ഇനി എന്തായിരിക്കും? അപ്പോൾ ഇനി നമ്മൾ എത്തുന്നത് അവസാന ഭാഗത്തേക്കാണ്. അതായത് ഇന്നത്തെ മോഡേൺ വത്തിക്കാൻ എങ്ങനെ ഉണ്ടായി, അതിന്റെ ഇപ്പോഴത്തെ റോളിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ആ റോമൻ ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് 1929-ലാണ്, ലാറ്ററൻ ഉടമ്പടിയിലൂടെ. ഇതൊരു പൊളിറ്റിക്കൽ ഡീലായിരുന്നു, ഇറ്റലിയും ഹോളീസിയും തമ്മിൽ. അതോടെ വത്തിക്കാൻ സിറ്റി എന്നൊരു പുതിയ സ്വതന്ത്ര രാജ്യം തന്നെ ഉണ്ടായി. മാർപ്പാപ്പയ്ക്ക് വീണ്ടും ഒരു ചെറിയ പ്രദേശത്തിന്മേൽ പരമാധികാരം കിട്ടി. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇന്നത്തെ ഈ വത്തിക്കാൻ എന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ഉദ്ദേശമെന്താണ്? ഈ ചോദ്യത്തോടെ നമ്മൾ ഈ സ്രോതസ്സിന്റെ ഏറ്റവും ശക്തമായ ചില വിമർശനങ്ങളിലേക്കാണ് കടക്കുന്നത്. ഈ സ്രോതസ് ആധുനിക വത്തിക്കാനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ വളരെ സീരിയസ് ആണ്. 1. ഇതൊരു ആത്മീയ കേന്ദ്രമെന്നതിനേക്കാൾ സ്വന്തം താൽപ്പര്യങ്ങൾ നോക്കുന്ന ഒരു രാജ്യമായി മാറി. 2. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തും കലാസൃഷ്ടികളും കയ്യിൽ വയ്ക്കുന്നു, പക്ഷേ പാവപ്പെട്ടവരെ സഹായിക്കാൻ അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ 2-ാം ലോക മഹായുദ്ധത്തിൽ നാസികളുമായി സഹകരിച്ചു എന്നൊരു ഗുരുതരമായ ആരോപണം കൂടിയുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിന് പ്രയോജനമില്ലാത്ത, സ്വയം നിലനിൽക്കുന്ന ഒരു വ്യാജ സാമ്രാജ്യം മാത്രമാണ് ഇന്നത്തെ വത്തിക്കാൻ എന്നാണ് ഈ വിമർശനം. അപ്പോ ഈ വിശകലനം മുഴുവൻ അവസാനിക്കുന്നത് ഈയൊരു പ്രകോപനപരമായ ചോദ്യത്തിലാണ്. ഈ സ്രോതസ് ചോദിക്കുന്നു, ഒരു സ്ഥാപനം അതിന്റെ സ്ഥാപകന്റെ വഴിയിൽ നിന്ന് ഒരുപാട് മാറി സഞ്ചരിച്ചാൽ അതിന് പിന്നെയും ദൈവീകമായ അധികാരം അവകാശപ്പെടാൻ പറ്റുമോ? ഈയൊരു ചോദ്യം പ്രേക്ഷകർക്ക് ചിന്തിക്കാനായി വിടുന്നു.